ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മൽ പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയും രേവതിയും സുധിയും കൂടി തൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ട് ആകെ പേടിച്ച് വിറങ്ങലിച്ച് പിന്നാമ്പുറത്തേക്ക് ഓടുകയാണ് ശ്രുതി. കൂട്ടത്തിൽ അമ്മയോട് തൻ്റെ കൂടെ പുറത്തേക്ക് വരാനായിട്ട് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ തന്നെ വിമലാൻ്റെ പിന്നാലെ പേടിച്ച് ചെല്ലുന്ന സമയത്ത് ശ്രുതി പറയുകയാണ്, അമ്മേ ശ്രുതിയും സച്ചിയും രേവതിയും അവിടെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെയോ എന്ന് ഞെട്ടലോട് കൂടി ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയുന്നത്, അതേ അമ്മ അവരവിടെ വന്നിട്ടുണ്ട്, എന്താ കാരണം എന്ന് എനിക്കറിയാം, ഇനി സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് വിമലാൻ്റെ ചോദിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, അറിയില്ല അമ്മ, എന്തായാലും കാര്യം ഒന്ന് അന്വേഷിച്ചിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റെനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് എല്ലാവരും വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, ഇപ്പോൾ പോലീസിൻ്റെ ഡ്യൂട്ടി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്, ഒരാളെ കാണുന്നില്ല, അവിടെ അന്വേഷിച്ചിറങ്ങിയതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും രേവതി പറയാണ്, സച്ചിയേട്ടൻ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വിമലാൻ്റി ഇദ്ദേഹത്തെ അറിയില്ല, ഇത് സച്ചിയേൻ്റെ ചേട്ടനാണെന്ന് പറയുമ്പോഴത്തേക്കും വിമലാൻ്റി പറയുന്നുണ്ട്, എനിക്കറിയാം, അന്ന് താലിമാറ്റി ചടങ്ങിൻ്റെ അന്ന് വന്നപ്പോൾ ഞാൻ കണ്ടതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം എന്തായാലും വാ, ഇവിടെ നിന്ന് സംസാരിക്കേണ്ട, എല്ലാവരും അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റി എല്ലാവരും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ചെല്ലുകയാണ്. അവിടെ വന്നിരുന്നതിന് ശേഷം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വിമലാൻ്റി അടുക്കളയിലേക്ക് പോകും. അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ വന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അവരിങ്ങോട്ടേക്ക് വന്നല്ല, നിന്നെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്, എന്തായാലും കാര്യങ്ങളെല്ലാം ഞാൻ തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു പോകാൻ തുടങ്ങുന്ന സമയത്ത് വിമലാൻ്റെ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ചായയാണോ കാപ്പിയാണോ കുടിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി വേഗം ദേഷ്യത്തോടുകൂടി തന്നെ പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ അവരെങ്ങനെയും ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്ക്, ചായയും കാപ്പിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ. വേഗം തന്നെ വിമലാൻ്റെ പറയണം, അല്ല മോളെ, അതിന് മരുമോൻ ആദ്യമായിട്ട് വീട്ടിൽ വന്നല്ല, അപ്പോൾ അവൻ അതിൻ്റെതായ രീതിക്ക് സൽക്കരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിമലാൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത്. അതിനുശേഷം 3 പേർക്കുമായിട്ട് കുടിവെള്ളം കൊണ്ടേ കൊടുക്കുന്ന സമയത്ത് ശ്രുതി മേടിച്ച് കുടിക്കുന്നില്ല. അപ്പോൾ തന്നെ സച്ചി പറയുന്നത്, ആൻറ്റി ആ വെള്ളം ഇങ്ങനെ എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം മേടിച്ച് കുടിക്കുകയാണ്. അതിനുശേഷം വിമലാൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വിശദമായി തിരക്കുന്ന സമയത്ത് സച്ചി പറയാണ്, ഞങ്ങളിവിടെ ഒരു ഫ്രോഡിനെ അന്വേഷിച്ച് വന്നാണെന്ന് പറയുകയാണേ. വേഗം തന്നെ ശ്രുതി പറയുന്നുണ്ട്, ദേ സച്ചി, എൻ്റെ ശ്രുതിനെ പറ്റി ഫ്രോഡിനെ അങ്ങനെ പറഞ്ഞാണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇവരുടെ സംസാരം കേൾക്കുമ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട്, രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കുമോ, കാര്യം എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വീട്ടിൽ നിന്ന് കാണാനില്ല എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വിമലാൻ്റിയോടായിട്ട് രേവതി പറയുകയാണ് കേട്ടോ. ഈ സമയത്ത് ആദ്യം വന്നിട്ട് അങ്കിളിന് എയറോപ്ലെയിൻ ഉണ്ടോ എന്ന് ശ്രുതിയോട് ചോദിക്കുകയാണ്. ശ്രുതി ഇല്ല എന്ന് മറുപടിയും പറയട്ടെ. എനിക്കുണ്ടല്ലോ എയറോപ്ലെയിൻ, എൻ്റെ ആൻറ്റി മേടിച്ച് തന്നാന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതിയും വിമലാൻ്റിയും ഒന്ന് പതറുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ രേവതി ചോദിക്കുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് ആരുടെ മോള് വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ വിമലാൻ്റി പറയും, ഇല്ല അവൾ വന്നിട്ടില്ല, ഇതിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള മറ്റു പെൺകുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ആദ്യം പറയുന്നുണ്ട്, അല്ല ഞാൻ കല്യാണി ആൻറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്ന് ഞെട്ടുകയാണ്. വേഗം തന്നെ രേവതി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ വിമലാൻ്റി പറയുന്നുണ്ട്, ആദ്യം മിണ്ടാതിരിക്കും, ഇപ്പം ഇതേക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അതിനുശേഷം ചായ എടുത്തിട്ട് വന്നതിന് ശേഷം രേവതി പറയുന്നുണ്ട്, ഇങ്ങനെ മലേഷ്യക്കാരൻ കുടുംബത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ശ്രുതിയെക്കുറിച്ചോ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവോ എന്ന് ഇത് ചോദിക്കുന്ന സമയത്ത് ഇല്ല എനിക്ക് അറിയില്ല, ഞാൻ ഇവരെ കണ്ടിട്ടും ഇല്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ആകെ തകർന്നു പോകേണ്ട. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, ശ്രുതി ഇല്ലാതെ എനിക്ക് പറ്റില്ല, അവളില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവളോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു, അവളെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയട്ടെ. ഇത് കാണുമ്പോഴത്തേക്കും വിമലാൻ്റിക്കും രേവതിക്കും ചെറുതായിട്ടാണെങ്കിൽ സച്ചിക്കും വിഷമാവുന്നുണ്ട് കേട്ടോ. സാഹചര്യം ഇതായതുകൊണ്ട് തന്നെ എല്ലാം മാറി നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ശ്രുതി. സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, കല്യാണം കഴിക്കുന്ന സമയത്തും എനിക്ക് ജോലിയില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രുതി കല്യാണം കഴിച്ചത്, അവൾക്ക് എന്നോട് അത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടില്ല അവൾ എന്നെ കല്യാണം കഴിച്ചത്, അവളെ സ്നേഹിക്കുന്നതിൻ്റെ ഇരട്ടി ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ അമ്മയെ ഞാൻ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതേ രീതിയിൽ തന്നെ ഞാൻ ശ്രുതിയെ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എന്നെ പൊട്ടിക്കരയണം. മാത്രമല്ല അവളെന്നെ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ എനിക്കൊരു ജീവിതം ഉണ്ടാവില്ല, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന മാലാഖിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ ശ്രുതി. ഇത് കാണുമ്പോഴത്തേക്കും ശ്രുതിയും ഭയങ്കരമായിട്ട് തന്നെ ഇമോഷണൽ ആകുന്നുണ്ട്. ഇതിനിടയിൽ ആദ്യം വന്നിട്ട് അങ്കിൾ കരയൊന്നും വേണ്ടാട്ടോ, ആൻറ്റി തിരികെ വരൂട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണുനീര് ഒപ്പിക്കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്ക് വിമലാൻ്റിയുടെ ശ്രുതിയുടെ ഒക്കെ മനസ്സിൽ ഒരു വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം സ്വന്തം അച്ഛൻ അല്ലെങ്കിൽ വളർത്തത്തിൻ്റെ സ്ഥാനം തന്നെയാണല്ലോ ശ്രുതിക്കുള്ളത്. ഈ ഒരു സമയത്ത് വിമലാൻ്റി പറയുന്നുണ്ട്, മോൻ എന്തെങ്കിലും സങ്കടപ്പെടുകയൊന്നും വേണ്ട, ശ്രുതിയെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അറിയിച്ചിരിക്കാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവിടെ നിന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, ശ്രുതിനെ പറ്റി ഒന്നും അറിയാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സച്ചിയും രേവതിയും ശ്രുതിയും തിരിച്ചു പോകാൻ ഒരുങ്ങിയാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് രേവതി വിമലാൻ്റിയോടായിട്ട് പറയുന്നുണ്ട്, ശ്രുതിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കണേ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. വിമലാൻ്റി ഇത് സമ്മതിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കരഞ്ഞുകൊണ്ട് മാറി നിന്നുകൊണ്ട് തന്നെ ശ്രുതി നോക്കിക്കാണാം കേട്ടോ. ശ്രുതിയാണെങ്കിലോ മനസ്സോട് കൂടി തന്നെയാണ് തിരികെ പോകാൻ ഒരുങ്ങുന്നത്. കാരണം ശ്രുതിനെ പറ്റി ഒരു വിവരവും തന്നെ ആ വീട്ടിൽ നിന്ന് ലഭിച്ചില്ലല്ലോ.
അങ്ങനെ ഇവർ പോയതിനു ശേഷം ശ്രുതി പറയുന്നുണ്ട്, ദേ രേവതി വന്ന എന്തിനാന്ന് കണ്ടില്ലേ, എന്നെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ചോർത്തുന്നതിനാണെന്ന് പറയുന്നത് വിമലാന്റി പറയുന്നുണ്ട്, മിണ്ടിപ്പോവത് നീ നിർത്തിക്കൊള്ളണം. ഞാനായിട്ട് തിരഞ്ഞെടുത്ത് തന്ന ജീവിതം അത് മോശമായതുകൊണ്ട് എന്നെ പാതി വഴിക്ക് നിന്നു. പക്ഷെ നീയായിട്ട് തിരഞ്ഞെടുത്ത ജീവിതം അത് നല്ലൊരു ജീവിതമായിരുന്നു. നിന്റെ ഭർത്താവ് നല്ലവനാണ്. ശ്രുതി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ള കുടുംബത്തിലേക്കാണ് നീ ചെന്ന് കയറിയത്. ഈ കിട്ടിയ ജീവിതം നീ ഒരിക്കലും പാഴാക്കരുത് എന്നൊക്കെ വിമലാന്റി പറയുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൊണ്ടും കൂടി വിമലാന്റി പറയുന്നുണ്ട്, ശ്രുതി കള്ളം പറഞ്ഞു എന്ന് നീ പറഞ്ഞല്ലോ, വലിയൊരു കള്ളല്ലേ ശ്രുതി നീ അവനോട് ചെയ്തേക്കുന്നത്. ഈ ഒരു സത്യങ്ങളെല്ലാം എന്നായാലും മറന്നേക്ക് പുറത്തു വരും. അതുവരെയെങ്കിലും നീ സന്തോഷത്തോടു കൂടി ജീവിക്കുക എന്നൊക്കെ ശ്രുതിയുടെ അമ്മ ശ്രുതിയോടായിട്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയും രേവതിയും സച്ചിയും കൂടിയിട്ട് വീണ്ടും പോകുന്ന വഴിയിൽ പലരോടായിട്ട് ശ്രുതിനെ പറ്റി തിരക്കുന്നുണ്ടെങ്കിലും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. അവസാനം സച്ചി പറയുകയാണ്, അവൾ ഇവിടെയൊന്നും ഇല്ലായെന്ന് തോന്നുന്നു, അവൾ മലേഷ്യയിലേക്ക് പോയെന്നാണ് തോന്നുന്നത്, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോഴത്തേക്കും ശ്രുതി ഇല്ലാതെ എങ്ങനെയാണ് വീട്ടിലേക്ക് ചെല്ലുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് രേവതി ശ്രുതിയോടെ ചോദിക്കും, അവരുടെ ഫ്രണ്ട്സിനെ പറ്റി ആരെയൊക്കെ പറ്റിയെങ്കിലും അറിയാവോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇല്ല, എനിക്ക് ആരെയെ പറ്റിയും അറിയില്ല എന്ന് ശ്രുതി സങ്കടത്തോടുകൂടി തന്നെ പറയാം കേട്ടോ. സച്ചി നിനക്ക് പെണ്ണ് വാഴില്ലാന്ന് തോന്നണ്ട, നിന്റെ കാമുകി നിന്നെ പറ്റിച്ചിട്ട് പൈസ ഇട്ട് മുങ്ങി, ഇപ്പൊ കെട്ടിയ പെണ്ണാണെങ്കിൽ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നൊക്കെ ഒരു കളിയാക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും രേവതി പറയാണ്, സച്ചേട്ടാ നിങ്ങൾ നിർത്തുന്നുണ്ടോ, ഇത് ശരിക്കും മുറിവിലേക്ക് ആസിഡ് ഒഴിക്കുന്ന രീതിയാണ്, നിങ്ങൾ ചെന്ന് വണ്ടിയിലിരിക്കും എന്നൊക്കെ രേവതി പറയുകയാണ്. അതിനുശേഷം ശ്രുതിയോടായിട്ട് ഇനി ഇവിടെയൊക്കെ ശ്രുതിന് തിരിഞ്ഞിട്ട് ഒരു കാര്യമില്ല, വണ്ടിയിൽ കയറി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് രേവതി പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന അവസ്ഥയിൽ സങ്കടത്തോട് നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.